പഹൽഗാം ഭീകരാക്രമണത്തിന് തക്കതായ മറുപടി എന്നതിലുപരി ഇന്ത്യ പാക് ബന്ധത്തിലും പാകിസ്ഥാൻ ചൈന ബന്ധത്തിലും കാതലായ മാറ്റങ്ങൾ വരുത്താൻ ഉതകുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഈ ഓപ്പറേഷനിലൂടെ ഇന്ത്യക്ക് പാകിസ്ഥാനും ചൈനയ്ക്കും കുറച്ച് പരോക്ഷമായ സൂചനകൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അവയെന്ന് പരിശോധിക്കാം. വെൽക്കം ടു വിവേക്സ് വ്യൂസ്. സ്വന്തം കരുത്തിലുള്ള അമിത ആത്മവിശ്വാസം പാകിസ്ഥാന് ഇതോടെ പൊലിഞ്ഞു. ചൈനയുമായുള്ള കൂട്ടുകെട്ടിലൂടെ ഇന്ത്യയെ വരുതിക്ക് നിർത്താമെന്നായിരുന്നു അവരുടെ സങ്കല്പം. എന്നാൽ ചൈനയുടെ വിശ്വാസ്യത ചോദ്യചിഹ്നമായി. പ്രതീക്ഷിച്ചതിലേറെ നേട്ടങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യക്ക് നൽകി. വൻ ശക്തിയായ ചൈനയുടെ പിന്തുണയുള്ളതിനാൽ പാക് മണ്ണിൽ ഇന്ത്യക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. എന്നാൽ അതെല്ലാം അപ്പാടെ പൊളിഞ്ഞു. പാക് ഭീകര കേന്ദ്രങ്ങളും വ്യോമയാന താവളങ്ങളുമെല്ലാം ഇന്ത്യൻ മിസൈലുകൾ തകർക്കുന്നത് അവർക്ക് നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. പാകിസ്ഥാന്റെ ആയുധ ശേഖരങ്ങളിൽ 3/4 പങ്കും ചൈനയുടേതാണ്. ഇവ ഈ സംഘർഷത്തിൽ തീർത്തും നിഷ്പ്രഭമായത് ലോകം കണ്ടു. ചൈനീസ് പ്രതിരോധ ഉപകരണങ്ങളുടെ പോരായ്മകൾ ഇന്ത്യക്ക് തുറന്നു കാട്ടാനായി. പ്രത്യേകിച്ചും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം അമ്പെ പരാജയപ്പെടുകയായിരുന്നു. 12 പാക് വ്യോമസേനാ താവളങ്ങളിൽ മിസൈലുകൾ വർഷിച്ചപ്പോൾ ഒന്നിൽ പോലും അവർക്ക് പ്രതിരോധിക്കാനായില്ല. ചൈനീസ് HQ-9 എന്ന പ്രതിരോധ സംവിധാനം കാഴ്ചവസ്തുവായി മാറിയത് പാകിസ്ഥാനും വലിയ തിരിച്ചടിയായി തന്നെയാണ് കാണുന്നത്. ആഗോളതലത്തിൽ ചൈനീസ് സൈനികോപകരണങ്ങളുടെ വിശ്വാസ്യത ചീട്ടുകൊട്ടാരം പോലെ തകരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ട ചൈനീസ് മിസൈലുകളിൽ ഒന്നുപോലും ലക്ഷ്യം കണ്ടില്ല. ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന് മുമ്പിൽ അവയെല്ലാം നിഷ്പ്രഭമായി മാറി. ചൈനീസ് ആയുധങ്ങളുടെ കാര്യക്ഷമതയില്ലായ്മ അവരുടെ ആയുധ കച്ചവടത്തിന്റെ നടുവൊടിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. ഇന്ത്യക്കെതിരായ ചൈനയുടെ മൊത്തം രഹസ്യാന്വേഷണ വിവരങ്ങളും ചൈനീസ് ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണവും ഒക്കെ ഉണ്ടായിട്ടും ഇരു രാജ്യങ്ങൾക്കും ഇന്ത്യൻ നീക്കത്തെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചില്ല. പുല്ലുപോലെയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തത്. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ മിസൈലുകളാലും ഡ്രോണുകളാലുമൊക്കെ തീമഴ പെയ്യ്ക്കാനും സാധിച്ചു. വലിയ പരാജയമായിട്ടാണ് പാകിസ്ഥാൻ ഇതിനെ കാണുന്നത്. വെടിനിർത്തൽ നടപ്പാക്കാൻ പാകിസ്ഥാന് അമേരിക്കയുടെ കാലു പിടിക്കേണ്ടി വന്നത് മറ്റൊരു തിരിച്ചടിയായി ചൈനയ്ക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത രാജ്യമായിട്ട് പോലും ചൈനയുടെ പ്രസക്തി ചോദ്യചിഹ്നമായി. കറാച്ചി മേഖലയിൽ ചൈനീസ് സാന്നിധ്യമുള്ളതാണ്. പാകിസ്ഥാൻ ചൈന ഇടനാഴിയുടെ പ്രധാന കേന്ദ്രമാണ് കറാച്ചി. അവിടെ ചൈനീസ് കപ്പലുകളും ചൈനീസ് പൗരന്മാരും ഒക്കെ നിരവധിയുണ്ട്. എന്നിട്ടും ഇന്ത്യയുടെ ആക്രമണ ലക്ഷ്യങ്ങളിൽ നിന്ന് കറാച്ചിയെ ഒഴിവാക്കിയില്ല. അവിടുത്തെ സൈനിക കേന്ദ്രവും ആക്രമിക്കപ്പെട്ടു. അതായത് ചൈനീസ് സാന്നിധ്യം ഇന്ത്യ ഗൗനിക്കില്ല എന്നുള്ള സന്ദേശമാണ് അവിടെ നൽകിയത്. ഈ പോരാട്ടത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തും ചൈനീസ് ആയുധങ്ങളുടെ പോരായ്മയും തുറന്നു കാട്ടപ്പെട്ടു. ചൈനയ്ക്കും ആശങ്കപ്പെടാൻ കാര്യങ്ങൾ ഏറെയുണ്ടെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചു.